ആധുനിക ഉപകരണങ്ങളോ മികച്ച സാങ്കേതിക വിദ്യകളോ ഒന്നുമില്ലാതെ തികച്ചും പരമ്പരാഗത രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാപ്പിള കലാസികൾ ഇന്നും അവരുടെ ജോലികൾ വിജയകരമായി പൂർത്തീകരിക്കുന്നത്. ഈ ട്രോളിംഗ് നിരോധന വേളയിൽ മാഹി പാറക്കൽ തീരത്തും മുഴങ്ങുകയാണ് അവരുടെ ഐലസ വിളി. കഴിഞ്ഞ 8 വർഷമായി മാഹിയിലെ ബോട്ടുകൾ കരയ്ക്കെത്തിക്കുന്ന കലാസികൾക്ക് നേതൃത്വം നൽകുന്ന വെള്ളേൽ അക്ബർ നമ്മോടൊപ്പമുണ്ട്. ബോട്ട് കയറ്റാൻ വേണ്ടി ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ വയർ റോപ്പ്, കപ്പി, കയറുകൾ, പിന്നെ ദൗർന്നറിവ് പണ്ട് കാലങ്ങളിൽ ആ പേരാണ് ഉപയോഗ സാധനങ്ങൾ. പിന്നെ ഷേക്കല് അങ്ങനെയുള്ള, അതായത് ക്രെയിൻ ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട് കയറ്റും. ക്രെയിനെ കൊണ്ട് കഴിയാത്ത സംഗതി കയറ്റുന്നതാണ്. കാരണം ക്രെയിന് അവിടെ എത്തൂല. മണ്ണിലൊക്കെ ആകുമ്പോൾ ട്രെയിനിൽ കയറ്റാൻ കഴിയില്ല, ട്രെയിൻ കൊണ്ട് കയറ്റാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് കയറ്റും. ഇതേമാതിരി തന്നെ ബോട്ട് ട്രെയിനും കൊണ്ട് എത്തൂല. മണ്ണിൽ കൂടെ ട്രെയിൻ വരാനൊക്കെ പ്രയാസങ്ങളാണ്. പിന്നെ അത് വലിച്ചു കയറ്റാൻ ഞങ്ങൾ വയറോപ്പും കപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കയറ്റും. ഞങ്ങൾ കുറച്ച് പേരുണ്ടാവും, 10-12 പേരുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ കയറ്റൽ. അത് ഞാൻ ഒരു 45 സുമാർ ഒരു 45 കൊല്ലമായിട്ടുണ്ട്. അതായത് ഞങ്ങളെ ഫാദറാണ് ഇതിൻ്റെ ആള്, പാപ്പ. മൂപ്പരാണ് മൂപ്പന് ശേഷം പിന്നെ മൂപ്പര് ഇല്ലാത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ അനിയനൊക്കെ ഇതിലറിഞ്ഞത്. പിന്നെ അതേമാതിരി 25 കൊല്ലം 30 കൊല്ലമായ ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, പല ആളുകളായിട്ട്. പിന്നെ ഞങ്ങളെ ഫ്രമ്മ് പറയുകയാണെങ്കിൽ പുതിയാപ്പാണ് ഫ്രമ്മ്, അതായത് അവിടെ നിന്നാണ് തുടക്കം. പിന്നെ പല രാജ്യത്ത് പോവും. തിരുവനന്തപുരം വരെ പോയിക്കിന് ഞങ്ങൾ ബോട്ട് കയറ്റാൻ. അതായത് അപകടപ്പെട്ട ബോട്ട്, മണ്ണ് തിട്ടൽ മുട്ടി നിൽക്കും, അതിൻ്റെ പങ്കും സാഫ്റ്റും എല്ലാം താന്ന് കിടന്ന് ഒരു രക്ഷയില്ല, അവിടെ ക്രെയിന് പോവില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് കയറ്റും. പിന്നെ ബോട്ട് മുങ്ങിയാൽ അതും കയറ്റും. ബോട്ട് മുങ്ങിയാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു ബോട്ട് കയറി പോയി അതിന് മുങ്ങക്കാർ വിദഗ്ധന്മാരുണ്ടാവും, മുങ്ങണ ആളുകൾ ഓക്സിജൻ വെച്ചിട്ടും അല്ലാതെ അവർ റോപ്പൊക്കെ ഇട്ട് കുടുക്കി ഞങ്ങളെ ഐഡിയ പ്രകാരം അത് കരക്ക് കൊണ്ടുവരും. മായിൽ അതേമാതിരി ഞങ്ങൾ വർഷമായിട്ട് കുറേ വർഷമായിട്ട് മായി തന്നാണ്. അതായത് മായി അക്കരെ ആണ് ബോട്ട് കയറ്റൽ ഫസ്റ്റിൽ തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം കോളേജിൻ്റെ അടുത്ത്, മാഹി കോളേജിൻ്റെ അടുത്ത് ബോട്ട് കയറ്റി. അതിൻ്റെ ശേഷം ഇപ്പോൾ ഹാർബർ ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ മാഹിയിൽ ഹാർബർ വന്നതിന് ശേഷം ഇവിടെ കയറ്റുന്നു. അതായത് മായി ഹാർബറിൻ്റെ അകത്താണ് ഇപ്പോൾ ബോട്ട് കയറ്റുന്നത്. 10-12 ബോട്ട് ഒക്കെ ഉണ്ടാവൽ സാധാരണ. ഈ പ്രാവശ്യം 5 ബോട്ടേ ഉള്ളൂ. 5 ബോട്ടായാലും ഞങ്ങൾ കൊല്ലത്തോട് കൊല്ലം കയറ്റുന്ന ഫാദറിൻ്റെ ആ പ്രകാരം ഇങ്ങനെ കയറ്റുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഈ 2 ബോട്ടായാലും ഞങ്ങൾ വരും, അത് കയറ്റും. അത് നമ്മളെ ആത്മാർത്ഥത. ചിലവ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ സാധാരണ കഴിഞ്ഞ വർഷം വരെ 13 റുപ്യ പ്രകാരമാണ് കയറ്റൽ, 13,000 റുപ്യ. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഉണ്ട് ഇതിനകത്ത്, അല്ലാത്തതും ഉണ്ട്. പക്ഷെ മുസ്ലിം സമുദായപ്പെട്ട ആളുകളാണ് ഇത് തുടക്കം ഇവിടെ ഉണ്ടായത് ഞങ്ങൾ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ നമ്മളെ ഫ്രണ്ട്സുകളും മറ്റുള്ളതൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടിരും. പിന്നെ പല സമുദായത്തിൻ്റെ കണക്ക് പ്രകാരമല്ല, അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ ആളുകൾ എന്ന് പറഞ്ഞാൽ പണി അറിയാത്ത ആളുകൾ ഇവിടെ വന്ന് പണി ശീലമായാലാണ്. ഞങ്ങൾ പിന്നെ ഞാൻ എൻ്റെ അനിയന് ഫാദറിൻ്റെ കൂട്ടത്തിൽ പണിയെടുത്ത് അങ്ങനെ ശീലമായ ആളുകൾ. അതായത് ചെറുപ്പം മുതൽ 16 വയസ്സിൽ ഏകദേശം തുടങ്ങി. ഇപ്പോൾ വാപ്പൻ്റെ കൂട്ടത്തിൽ ആദ്യം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ ചൂടിയൊക്കെ എടുത്തു കൊടുക്കുക, ഡീസേക്കൽ എടുത്തു കൊടുക്കുക, ചെറിയ കഷ്ണങ്ങൾ എടുത്തു കൊടുക്കുക. അതൊക്കെയാണ് എൻ്റെ ജോലി. ഒരു ഉരുള പോലും എനിക്ക് പൊന്തൂല. ആ സമയത്ത് തുടങ്ങിയതാണ്. ഇപ്പം പണിയൊക്കെ എടുക്കണം. ഇനിയിപ്പോൾ പ്രായമായി. പിന്നെ എൻ്റെ താവായിട്ട് വരാൻ ഇനിയിപ്പോൾ എൻ്റെ അനിയനേ ഉള്ളൂ. പിന്നെ എൻ്റെ മക്കൾക്കൊന്നും താല്പര്യമില്ല, കുട്ടികൾക്കൊന്നും തീരെ അഭിപ്രായമില്ല ഈ ഫീൽഡിലേക്ക് തുടങ്ങാൻ. കാരണം സ്ഥിരമായിട്ട് പണി ഉണ്ടാവില്ല, ഇതൊരു സീസണാണ്. അതായത് ട്രോളിംഗ് നിരോധനം വന്നാൽ കുറച്ച് ബോട്ട് കയറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാത്ത സമയത്ത് പല ജോലിക്ക് ഓരോരുത്തർ പോവും. അധികം ഞാനൊന്നും പോക്കില്ല. ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് ഞാനൊരു ഗുഡ്സ് വണ്ടി ഓട്ടോ. അപ്പോൾ അതായിട്ട് അങ്ങനെ ജീവിതമായിട്ട് അങ്ങനെ പോകും പണിയുള്ള ടൈമിൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപകടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് ജോലിയായാലും ഇട്ടുവെച്ചിക്കാണ്ട്
ഈ ജോലിക്ക് അങ്ങോട്ട് തുടരും. ഇതാണ് നമ്മളെ സ്ഥിരമായിട്ടുള്ള പണി. അതായത് ഏത് സമയത്തും രാത്രി 2 മണിക്കായാലും 1 മണിക്കായാലും പുജാപ്പായാലും മായിലായാലും ഞങ്ങൾ വരും, ആ ജോലി ചെയ്യും. അതാണ് അതിൻ്റെ ചുരുക്കം. യന്ത്രങ്ങൾക്ക് പോലും അപ്രാപ്യമായ ഈ സാഹസിക തൊഴിൽ ചെയ്യുന്ന മാപ്പിള കലാസികൾക്ക് കരുത്തേകുന്നത് ഇവരുടെ കായിക ശക്തി ഒന്നുകൊണ്ട് മാത്രമല്ല, സംഘശക്തി കൂടിയാണ്. ഈ സംഘങ്ങളുടെ ഐലസവിൽക്കായി വീണ്ടും നമുക്ക് കാത്തിരിക്കാം. മാഹി പാറക്കൽ തീരദേശത്ത് നിന്നും ക്യാമറമാൻ കാർത്തു വിജയനൊപ്പം ഷാർഗി ഗംഗാധർ, മീഡിയ മലബാർ.